ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എൻ്റെ വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ 2 വിഭവങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ദോശക്കും ചപ്പാത്തിക്കും ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയും, പിന്നെ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടയ്ക്ക് ഒരു 1/4 മണിക്കൂറിൽ എന്ന് വെച്ചാൽ 15 മിനിറ്റിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ആക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ സ്നാക്സിൻ്റെ റെസിപ്പി കാട്ടാം. ഇത് ഞാൻ ഒരേ ദിവസത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നത്തെ ദിവസം നമുക്ക് നോമ്പുണ്ടായിരുന്നു, ഇങ്ങനെ സുന്നത്ത് നോമ്പായിരുന്നു ദുൽഹജ്ജ് മാസത്തിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ സ്നാക്സ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നോമ്പ് തുറക്കുന്ന ആ നേരത്ത് ചിക്കൻ കറി ഉണ്ടാക്കിയാലൊന്നും മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഞാൻ ഇതിലേക്ക് എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വെനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 2 മുട്ടയ്ക്ക് ഇവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറല്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മുട്ടയും പഞ്ചസാരയും നല്ലോണം ഒന്ന് അലിഞ്ഞിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എന്തുണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കാറ്. ഞാൻ മൈദ അധികം കുറവാണ് യൂസ് ആക്കാറ്. എന്നിട്ട് ഇതിലേക്ക് ഇതിപ്പോൾ 2/3 കപ്പാണ് മെജർമെൻറ്റിലുള്ള 2/3 അളവിലുള്ള കപ്പാണ്. അതിലും ഞാൻ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടും അതിലൊരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് മാവില്ലേ അത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ പാലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തിക്കായിട്ടുള്ള ബാറ്ററാണ് യൂസ് ആക്കുന്നത്. പിന്നെ ഇതിൽ മുട്ടയിടാൻ മണമൊന്നും ഉണ്ടാവാറില്ല. എന്നിട്ട് ഞാൻ സാൻഡ്വിച്ച് മേക്കറിലാണ് ഇത് ഞാൻ എടുക്കുന്നത്. വേഫൽസ് ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് നെയ്യാണ് കേട്ടോ ഞാൻ തടവി എടുക്കുന്നത്. കുട്ടികൾക്കല്ലേ കൊടുക്കുന്നത്, അപ്പോൾ നെയ്യ് തടവുന്നത് കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നെയ്യ് അങ്ങനെ തടവുക. എന്നിട്ട് ഈ സാൻഡ്വിച്ച് മേക്കറിനൊന്ന് പ്രീ ഹീറ്റാക്കാം. അത് പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാവ് ബാറ്ററൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയും പറയുന്നത് ഇതുപോലെയാണ്. അധിക ലൂസും അല്ല അധിക തിക്കും അല്ല, ഒരു മീഡിയമിലുള്ള അളവാണ് വേണ്ടത്. എന്നിട്ട് ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടിക്കോളും. ഒരുപാട് അധികം സമയമൊന്നും എടുക്കുന്നില്ല. ഞാനിപ്പോൾ 2 മുട്ടയിൽ 10-15ഓളം സാൻഡ്വിച്ച് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സാൻഡ്വിച്ച് അല്ല, വഫൽസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ സാൻഡ്വിച്ച് മേക്കറിലാണ് ചുട്ടെടുത്തിട്ടുള്ളതെന്ന് മാത്രമാണ്. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായിട്ട് കിട്ടിയോളും. 2 സൈഡും നല്ല ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും. പുറമേന്ന് അകത്തുനിന്ന് നല്ലൊരു ബ്രെഡിൻ്റെ ടേസ്റ്റും കൂടിയാണ്. നിങ്ങൾക്ക് കാണാം ഇത് എത്ര എളുപ്പത്തിലാണ് ഞാൻ ഇത് എടുത്തുകൊണ്ടുള്ളത് എന്നിട്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് തന്നെ കട്ടാക്കിയിട്ട് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സും കൂടിയാണ്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ്. ഇത് തേനുണ്ട് കൂടി നമുക്ക് പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്നില്ല, ആ ബാറ്ററാണ്. ആ ബാറ്ററിന് ഞാനിത് സാൻഡ്വിച്ച് മേക്കറിൽ ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. എനിക്ക് ഈസി ആയിട്ടൊന്ന് മനസ്സിലാവാനും കൂടി വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതാ ചൂടോട് ഞാൻ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് കട്ടാക്കിയിട്ട് കാണിക്കാം. പാൻ കേക്കിനേക്കാളും ഈ സാൻഡ്വിച്ച് മേക്കറിലാണ് ഇട്ടെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പും കിട്ടുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. നല്ല ചൂടുണ്ട്, എനിക്ക് തൊടാൻ പറ്റുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. നല്ല ബ്രെഡിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടുന്നത്. ഉള്ളൊക്കെ നല്ല ലെയറായിട്ട് നല്ല ഒരു എന്താ പറയുക, നല്ല സ്പോഞ്ച് ടൈപ്പ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് എന്ന് തന്നെ പറയാം. അങ്ങനെ ഇതിപ്പോൾ സ്ലോ മോഷനൊക്കെ ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിങ്ങനെ തന്നെ ഞാൻ നേരെ നിവർത്തിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം 15 ആയിട്ടേ ഉള്ളൂ 2 മുട്ടയിൽ. അപ്പോൾ ഇതെന്തെങ്കിലും ഒരു പ്ലേറ്റിംഗ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടാണ് ഉള്ളത്. ഇപ്പോൾ തൊടാൻ പറ്റുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ആ സമയത്ത് ഞാൻ ചിക്കൻ പ്രിപ്പയർ ആക്കാൻ റെഡിയായി പോയി. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തല്ലേ. പിന്നെ ഇതിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന നെയ്യാണ് കേട്ടോ. അതിന് കളയണ്ടല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറിയിലോട്ട് ഒഴിച്ചത്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നെയ്യ് ഉണ്ടാക്കിയിട്ടില്ലേ, കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറേ വേറെയാണ് കേട്ടോ, അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ ലെവലാണ്. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ടുള്ള ഒരു 2 ഉള്ളിയാണ് എടുത്തത്. ഞാനിപ്പോൾ ഇതിൽ 1/2 കിലോ ചിക്കനാണ് യൂസ് ആക്കുന്നത്. ഇതൊരു പേസ്റ്റായിട്ടോ. 2 തക്കാളി, 1 പിടി മല്ലി, പിന്നെ 2 പച്ചമുളക്,
പിന്നെ ഒരു ഹാഫ് കപ്പോളം തൈരും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉള്ളി ഫ്രൈ ആക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ആഡ് ആക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതിൽ അര കിലോ ചിക്കനാണ് ഉള്ളത്. ഗരം മസാല, മല്ലിപ്പൊടി, പെപ്പർ പൊടി, ചിക്കൻ മസാല, ചെറിയ ജീരകപ്പൊടി, വലിയ ജീരകപ്പൊടി, അങ്ങനെ ഇതെല്ലാം ഞാനൊരു ഹാഫ് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ആക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണ് ഇതിലേക്ക് ഇഞ്ചി മസാല പേസ്റ്റും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. എണ്ണ തെളിഞ്ഞതിന് ശേഷമേ ഇതിലേക്ക് ഞാൻ ചിക്കനെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ഇങ്ങനെ അരപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് അതിലോട്ട് ചിക്കൻ അപ്പം തന്നെ ഇട്ടാലില്ലേ ആ ഒരു പച്ചമണം അത് കുത്തും കറിയിലൊക്കെ. അതിൻ്റെ മണം അത്ര പെട്ടെന്നൊന്നും മാറില്ല. അതുകൊണ്ടാണ് എണ്ണ തെളിയുന്നത് വരെ അതൊന്ന് വെയിറ്റ് ആക്കണം. അങ്ങനെ എണ്ണ തെളിയുന്ന ആ സമയത്ത് ഞാൻ പ്ലേറ്റിംഗ് ആക്കി എൻ്റെ സാൻഡ്വിച്ചിന് അങ്ങനെ അതും കൂടി കാണിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ആദ്യമേ കാണിച്ചില്ല, പ്ലേറ്റിംഗ് മാത്രം കാണിക്കാത്തതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ചിക്കൻ മൂടി വെച്ചിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ചിക്കൻ്റെ മുകളിൽ. ഇനിയിപ്പോൾ തീ ഓഫാക്കുക. മല്ലിച്ചപ്പ്, നല്ലോണം മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു ഗ്രേവിയാണ്. ഇതിൽ ഞാൻ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചമുളകും പെപ്പർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കറിക്കൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലവർ അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങൻ്റെ പാൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തേങ്ങ പാലാണ് ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, ഒരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതങ്ങനെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് കുട്ടികൾ വന്നിട്ടുണ്ട്. അതിങ്ങനെ പുറത്ത് വെച്ച് എന്തായാലും ഇതിലേക്ക് ഉറുമ്പൊക്കെ കയറും. അതുകൊണ്ട് ഞാനിത് ഓവനിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പാൻ കേക്ക് പോലെ തന്നെ നമുക്ക് നെയ്യിൽ കഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യമേ എനിക്ക് 3 മക്കളായിട്ടോ. അപ്പോൾ അതിൽ വലിയവളെ എടുത്തിട്ട് കഴിച്ച് നോക്കി. അവൾക്ക് തേനിലൂടെ അത്ര വലിയ താല്പര്യമില്ല. എന്നാലും അവളിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പറൊന്ന് കാണിച്ചതാണ്. പക്ഷേ അവൾക്ക് നേര് പറഞ്ഞ് അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ബാക്കി 2 പേർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ആക്കിയിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോസ് ഇത്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ആക്കുക. താങ്ക് യു.